പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മറ്റൊന്നും ചിന്തിക്കേണ്ട. ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ സാത്താനെ തോൽപ്പിച്ച് ജീവിക്കാൻ ഈശോ നൽകിയ ഏറ്റവും വലിയ കൃപയാണ് യേശുവിൻ്റെ രക്തം. ആ യേശുവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ നമ്മളിതാ അനുഭവിച്ച് പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈശോയെ, അങ്ങയുടെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തവനെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുരക്തമേ, എനിക്ക് വേണ്ടി കാൽവരിയിൽ ഒഴുകിയ രക്തമേ, ആ രക്തത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ദുശീലങ്ങൾ, ബാഡ് ഹാബിറ്റ്സ് നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഈ സമയത്തൊന്ന് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക. എത്ര കുമ്പസാരിച്ചിട്ടും വിട്ടുമാറാത്ത ചില പീഡകൾ, ചിലരുടെ ഉള്ളിൽ അപ്രകാരം ചില പാപവാസനകൾ വർഷങ്ങളായിട്ട് കുടികൊണ്ടുന്നുണ്ടാവും. കർത്താവെ, ഈ ആരാധന സമയത്ത് ആ മേഖലകൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളെ പീഡിപ്പിക്കുന്ന ഈ ദുശീലങ്ങളുടെ മേൽ കർത്താവെ, അങ്ങ് ഞങ്ങൾക്കൊരു വിടുതൽ നൽകണം. കർത്താവെ, ഈ പരിശുദ്ധ ആരാധനയുടെ മുമ്പിൽ ആ മേഖലകൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഒരു നിമിഷം നമ്മൾ കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ബാഡ് ഹാബിറ്റ്സ്, ദുശീലങ്ങൾ വളർന്നു വന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടെന്ന് പരിശുദ്ധ അൽത്താര നിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. നീ ചിന്തിച്ച് നോക്കിക്കേ, ഇതെന്നു മുതലാണ് ഈ ദുശീലം നിന്റെ ഉള്ളിൽ വന്നത്? ചില പാപ വഴികൾ വന്ന ചില വഴികളെ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് നിന്റെ ഓർമ്മയിൽ കൊണ്ടുവരും. ഉദാഹരണത്തിന്, മദ്യപാനത്തിന് ആസക്തിയുള്ള വ്യക്തി ചിന്തിക്കുക, എന്നാണ് ഞാൻ ആദ്യമായിട്ട് മദ്യപിച്ചത്? എന്നു മുതലാണ് ഞാൻ ഈ പാപത്തിനൊരു അടിമയായി മാറിയത്? ഒരുപക്ഷെ ചിലർ ചിന്തിക്കുമ്പോൾ പറയും, വർഷങ്ങളായി, ഇതൊരു തഴക്കദോഷമായിട്ട് ഇന്ന് മാറിയിരിക്കുന്നു. എന്നാൽ ആഴത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ ആദ്യമായിട്ട് ഈ മദ്യപിച്ചതും പിന്നീട് മദ്യത്തിന്റെ അടിമയായിട്ട് മാറിയതിനുമൊക്കെ ചില കാരണങ്ങൾ കിടക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ദുശീലങ്ങളിൽ എനിക്കൊരു വിടുതൽ വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മേഖലകൾ സമർപ്പിക്കുക. ചില ജഡിക പാപങ്ങളുടെ മേഖലകൾ, സ്വയംഭോഗത്തിന്റെ, സ്വവർഗഭോഗത്തിന്റെ, വ്യഭിചാരത്തിന്റെ, തെറ്റായ സ്നേഹബന്ധങ്ങളുടെ പീഡ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എത്ര ശ്രമിച്ചിട്ടും വിട്ടുമാറാൻ പറ്റാത്തവണ്ണം ചില പൈശാചിക പീഡ നിന്നെ വിരിഞ്ഞു മുറുക്കിയിട്ടുണ്ടോ? ഇതാ ഈ പരിശുദ്ധ അൽത്താര നിനക്ക് വിടുതൽ നൽകുകയാണ്. The mighty deliverance upon you. യേശുവിന്റെ രക്തം നിന്നെ ഇതാ തിരിച്ചു പിടിക്കുകയാണ്. നിന്റെ പാപ വഴികളിൽ നിന്ന് കർത്താവ് നിന്നെ തിരിച്ചു പിടിക്കുകയാണ്. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വെറുപ്പിന്റെ പൈശാചിക പീഡ നിന്റെ ഉള്ളിലുണ്ടോ? വെറുപ്പ്, അമിതമായ ദേഷ്യ സ്വഭാവം, ക്ഷമിക്കാൻ പറ്റാത്തവണ്ണം ചില കാര്യങ്ങൾ ഓർക്കുന്തോറും ഉള്ളിൽ അസ്വസ്ഥത, ആ മേഖല സമർപ്പിച്ചു പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പൈശാചിക പീഡയെ സമർപ്പിക്കുന്നു. ചിലർക്ക് വലിയ മടിയാണ്, ലേസിനെസ്. ഒന്നും ചെയ്യാതെ അവരിങ്ങനെ അലസരായിട്ട് കഴിയുന്നു. നിന്റെ ഉള്ളിൽ അപ്രകാരം ഒരു മടിയുടെ, ലേസിനെസിന്റെ പൈശാചിക പീഡയുണ്ടോ? അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ മടിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ലോകത്തോടുള്ള വലിയ ഭ്രമം, ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുക, ഒത്തിരി വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൂട്ടുക, എന്നാൽ ഇതൊന്നും ഉപയോഗിക്കത്തുമില്ല. ഒത്തിരി വാങ്ങിക്കൂട്ടുന്ന സ്വഭാവം ഉണ്ടോ? അതൊരു പക്ഷേ ഈ ലോകത്തോടുള്ളൊരു ഭ്രമമാണ്. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒത്തിരി സാധനങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇങ്ങനെയുള്ള ചില പീഡകൾ എൻ്റെ ഉള്ളിലുണ്ട്. ഈ അൾത്താരയിൽ ആ ശീലങ്ങളും ദുശീലങ്ങളും പീഡകളും സമർപ്പിക്കുന്നു. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലൊരു മന്ത്രവാദത്തിന്റെ, കൂടോത്രത്തിന്റെ ഏതെങ്കിലും പൈശാചിക പീഡകൾ, ഈവിൾ അസോസിയേഷൻ നിനക്കുണ്ടോ? സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എപ്പോഴും വാ തുറന്നാൽ ചീത്ത പറയുന്ന, കുറ്റം പറയുന്ന, പരാതി പറയുന്ന, കുറ്റം വിധിക്കുന്ന സ്വഭാവമുണ്ടോ? സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ. കർത്താവേ, എനിക്ക് സൗഖ്യം വേണം, എനിക്ക് വിടുതൽ വേണം. കർത്താവേ, പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചിന്തിക്കുന്നു,
ഞാൻ ഇങ്ങനത്തെ ഒരാളാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ നശിച്ച ആളാണ്, എൻ്റെ കുടുംബ പശ്ചാത്തലം ഇങ്ങനെയാണ്, എൻ്റെ വിദ്യാഭ്യാസം ഇങ്ങനെയാണ്, എൻ്റെ ബന്ധങ്ങൾ ഇങ്ങനെയാണ്, ഇത് കാരണം ഞാൻ നശിച്ചു. എന്നാൽ എൻ്റെ സഹോദര സഹോദരി, ഈ പരിശുദ്ധ അൾത്താര നിന്നോട് പറയുന്നു, നീ നശിക്കേണ്ട വ്യക്തിയല്ല, നീ ജീവിക്കേണ്ട വ്യക്തിയാണ്. ഇതാ ഈശോ നിനക്ക് നൽകുന്ന കൃപ, യേശുവിൻ രക്തത്താൽ നീ കഴുകപ്പെടുന്നൊരവസ്ഥയാണ്. സാധിക്കുന്ന എല്ലാവരും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഒന്ന് കുനിഞ്ഞ് നിങ്ങളുടെ ശിരസ തറയിൽ ഒന്ന് മുട്ടിച്ചുകൊണ്ട്, ഈശോയെ, എൻ്റെ ഈ ദുശീലങ്ങൾ മുഴുവൻ, എൻ്റെ ഈ അവസ്ഥ മുഴുവൻ ഇതാ ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നു. സാധിക്കുന്ന എല്ലാവരും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ, സാധിക്കുന്നവര് ഒന്ന് മുട്ടുകുത്തിയവരൊന്ന് കുനിഞ്ഞ് ആ ശിരസ്, നിങ്ങൾ വിശ്വസിക്കണം, തൊട്ട് മുമ്പിൽ ആരാധിക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ്. യേശുവിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ച്, എൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ സമർപ്പിച്ച്, കർത്താവെ ഞാൻ സമർപ്പിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. തിരുരക്തത്താൽ കഴുകണമേ, ബന്ധനങ്ങൾ നീക്കണമേ. ആഗ്രഹിച്ച് പാടിക്കേ. കഴുകണമേ, ആഗ്രഹിച്ച് പാടിക്കേ. തിരുരക്തത്താൽ കഴുകണമേ, ആമേൻ. ബന്ധനങ്ങൾ നീക്കണമേ. ചേർന്ന് കഴുകണമേ, ബന്ധനങ്ങൾ. അൾത്താരയിലേക്ക് തിരിഞ്ഞ് രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് തിരുരക്തത്താൽ കഴുകണമേ പഠിക്കേ. തിരുരക്തത്താൽ കഴുകണമേ, യേശുവേ, അടിമത്തങ്ങൾ നീക്കണമേ. ആമേൻ. സകല അടിമത്തങ്ങളും, ആമേൻ. ഒരുമിച്ച് പാടിക്കേ. തിരുരക്തത്താൽ കഴുകണമേ, കഴുകണമേ, അടിമത്തങ്ങൾ, അടിമത്തങ്ങൾ, ആമേൻ, നീക്കണമേ. പാടാം. കഴുകണമേ, അടിമത്തങ്ങൾ. രണ്ട് കരങ്ങളും ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കണ്ണടച്ച്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ഞാൻ കടന്നു പോകുന്ന സകല അടിമത്തങ്ങളും, സകല പൈശാചിക പീഡകളും, സകല ദുർവാസനകളും ഈശോയെ സമർപ്പിക്കുന്നു. തിരുരക്തത്താൽ എന്നെ കഴുകണമേ യേശുവേ. തിരുരക്തത്താൽ കഴുകണമേ, അടിമത്തങ്ങൾ നീക്കണമേ. ചേർന്ന് തിരുരക്തത്താൽ കഴുകണമേ, അടിമത്തങ്ങൾ, അടിമത്തങ്ങൾ നീക്കണമേ. നീക്കണമേ. ഒരിക്കൽ കൂടെ പാടുന്നു. കഴുകണമേ, അടിമത്തങ്ങൾ, നീക്കണമേ. രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഓ കർത്താവെ, ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല അടിമത്തങ്ങളും കർത്താവ് എടുത്ത് മാറ്റണമേ. യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ കഴുകപ്പെടട്ടെ. ഞങ്ങളുടെ ദുശീലങ്ങൾ കർത്താവെ അഴിക്കണം. ഞങ്ങളുടെ അടിമത്തങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കണമേ. കർത്താവ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണമേ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവ മക്കളിലേക്ക് അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. രോഗങ്ങൾ, രോഗപീഠകൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ. നിന്റെ മനസ്സിന്റെ ഭാരം കർത്താവ് എടുത്ത് മാറ്റട്ടെ. നിന്റെ ഉള്ളിലെ എല്ലാ സംഭവങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ. നിന്നെ കർത്താവ് ഇത് കഴുകി വിശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുന്നു. ഇനി നിനക്ക് സാത്താന്റെ മേൽ അവകാശമില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരയ്ക്കുക. അതിനുശേഷം എഴുന്നേറ്റ് നിൽക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്ഭുത വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ രക്തത്താൽ അത്ഭുത വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളായിരിക്കുന്നിടങ്ങൾ എഴുന്നേറ്റ് നിന്ന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ഈ അന്തരീക്ഷം ഇതാ പരിശുദ്ധ അൾത്താരയുടെ മുമ്പിലാണ്. എന്ന് പറഞ്ഞാൽ ഇനിമേൽ നിന്നെ ഒരു കാരണവശാലും തിന്മയ്ക്ക് പിടിക്കാൻ നീ അവസരം കൊടുക്കരുത്. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ. നീ ഒരു തിന്മയുടെയും അടിമയല്ല. പറഞ്ഞേ ആമേൻ. ഞാൻ ഒരു തിന്മയുടെയും
ഞാനൊരു തിന്മയുടെ അടിമയല്ല. അടിമയല്ല. ആമേൻ. ഞാൻ ദുഃഖത്തിന് അടിമയല്ല. ഞാൻ പാപത്തിന് അടിമയല്ല. യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ് ഞാൻ. ഞാൻ യേശുവിൻ്റെതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നീ ആരാധനയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് യേശുവിന് അറിയാമല്ലോ. യേശുവിന് അറിയാമല്ലോ, അല്ലേ? അതെ, ഇപ്പോൾ നീ ആരാധനയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഈശോ നിന്നെ കാണുന്നു എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് നിന്നെ അറിയാം. ഈശോയ്ക്ക് നിന്റെ അവസ്ഥ അറിയാം. നീ കടന്നു പോകുന്ന കണ്ണുനീര് ഈശോയ്ക്ക് അറിയാം. ഈശോ പറയുന്നു, നീ ഇങ്ങനെ ഈ കണ്ണുനീരിൽ എന്നും കഴിയേണ്ട വ്യക്തിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പെട്ടിരിക്കുന്ന ഈ അബദ്ധത്തിൽ കഴിയേണ്ട വ്യക്തിയല്ല. നിനക്ക് സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണ്. നിനക്ക് വിടുതലുള്ള വ്യക്തിയാണ്. നിന്റെ ജീവിതത്തിൽ നിനക്ക് മുമ്പിൽ ഈശോ നിൽക്കുന്നു. ഈശോ കുരിശിൽ മരിച്ചപ്പോൾ നിനക്ക് നേടിത്തന്നത് എന്താണ്? സകല തിന്മയുടെ മുകളിൽ വിജയം. സകല തിന്മകളുടെ മുകളിൽ വിജയം. യേശു തന്റെ രക്തത്താൽ നമുക്ക് വിജയം നേടിത്തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നീ വിശ്വസിക്കണം, ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ ഓരോ ചുവടുവെപ്പും യേശു ഏറ്റെടുക്കും. യേശു ഏറ്റെടുക്കും. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ച് ഇന്നലകളിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും അത് ദൈവമേ അങ്ങ് വിശുദ്ധീകരണത്തിന് ഉയർത്തും. അതെനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. നിനക്കുണ്ടായ രോഗം, നിനക്കുണ്ടായ പീഡ, നിനക്കുണ്ടായ ബന്ധത്തകർച്ച, നിനക്കുണ്ടായ പാപവഴികൾ, നിനക്കുണ്ടായതെല്ലാം നീ വിശ്വസിക്കുക. അതെല്ലാം അനുഗ്രഹമായിട്ട് ദൈവം ഉയർത്തും. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, അതെല്ലാം അനുഗ്രഹമാക്കി മാറ്റും. ഇനി ഞാൻ കരയില്ല, ഇനി ഞാൻ ഓർത്തോർ ദുഃഖിക്കില്ല, ഇനി ഞാൻ ഇന്നലകളിൽ ആരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കില്ല, എനിക്കങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഓർത്തുകൊണ്ടിരിക്കില്ല. മറിച്ച് എന്നെ സ്നേഹിക്കുന്ന യേശു, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശു എന്നെ പുതുക്കി പണിയുന്നു, എന്നെ നയിക്കുന്നു, എന്നെ ശക്തിപ്പെടുത്തുന്നു. എന്റെ സഹോദര സഹോദരി നിൽക്കുന്ന സ്ഥലത്ത് അഭിഷേകം ഒഴുകുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നീ നിന്നോട് തന്നെ പറയണം, ഞാൻ യേശുവിന്റെ സ്വന്തമാണ്, ഞാൻ യേശുവിന്റെ സ്വന്തമാണ്, ഞാൻ സാത്താന്റെ അടിമയല്ല, ഞാൻ സാത്താന്റെ അടിമയല്ല. എല്ലാ മേഖലകളിലും ഇത് വിശ്വസിക്കുക. അനേകരെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയം തന്നെ. നിന്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുന്ന സമയം, അത്ഭുത ഡെലിവറൻസ് സംഭവിക്കുന്ന സമയം. നീ ഇത് വിശ്വസിക്കുന്ന സമയം തന്നെ നിന്റെ ഉള്ളിലെ ഭാരം മാറുന്നു, രോഗപീഠകൾ മാറുന്നു, സൗഖ്യത്തിന്റെ ആത്മാവ് ഒഴുകുന്നു, പുത്തൻ അഭിഷേകം നിറയുന്നു. കർത്താവ് അനേക രോഗികളെ സൗഖ്യപ്പെടുത്തുന്നു. നീ ഇത് വിശ്വസിക്കണം. ഓ ദൈവമേ, ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ്, yes, the mighty power, the mighty power. ഞാൻ സാത്താന്റെ അടിമയല്ല, ഞാൻ യേശുവിന്റെ സ്വന്തമാണ്. കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി, എന്റെ ഈശോ. ആരാധന, 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 ആരാധന. യെസ്, നന്നായിട്ടൊന്ന് കൈയടിച്ചേ. ശക്തിയോടെ കൈയടിച്ച പോരാ. പവർ, അനോയിന്റിങ്, യെസ്, എല്ലാവരുടെ മേലും വെളിപ്പെടട്ടെ. ആഗ്രഹിച്ചു ഈ ശരീരം യേശുവിൻ്റെതാണ്. വിശ്വസിച്ച് ഏറ്റെടുക്കട്ടെ. ആമേൻ, ആമേൻ. നന്നായിട്ട് കൈയടിച്ച പോരുന്നേ. നല്ല കൈയടി, ശക്തിയോടെ, ആനന്ദിച്ചു. യെസ്, പവർ, അനോയിന്റിങ് സംഭവിക്കട്ടെ. യേശുദൻ തിരുരക്തം എനിക്കായി വിലയായി നൽകി. സാത്താനെ നീ എൻ കുടുംബത്തിൽ നിന്നും എന്നിൽ നിന്നും വിട്ടുപോകുവിൻ. ഓ കർത്താവേ, യേശുദൻ തിരുരക്തം എനിക്കായി വിലയായി നൽകി. സംഭവിക്കട്ടെ. സാത്താനെ നീ എൻ കുടുംബത്തിൽ നിന്നും എന്നിൽ നിന്നും വിട്ടുപോകുവിൻ. ആമേൻ. യേശുവേ, ആമേൻ. യേശുവിൻ നാമത്തിൽ വിട്ടുപോകുവിൻ. യേശുവിൻ നാമത്തിൽ വിട്ടുപോകുവിൻ. തിരുരക്തത്താൽ കഴുകണമേ, ബന്ധനങ്ങൾ നീക്കേണമേ. പാടി തിരുരക്തത്താൽ
കഴുകണമേ. ആമേൻ. ബന്ധനങ്ങൾ Yes. ചേർന്ന് ചേർന്ന് തിരുരക്തത്താൽ കഴുകണമേ. ആമേൻ. ബന്ധനങ്ങൾ നീക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. ബന്ധനങ്ങൾ നീക്കണമേ. സംഭവിക്കട്ടെ. തിരുരക്തത്താൽ ചേർന്ന് കഴുകണമേ. യേശുവേ. ബന്ധനങ്ങൾ ആമേൻ. നീക്കണമേ. ചേർന്ന് തിരുരക്തത്താൽ ചേർന്ന് കഴുകണമേ. ചേർന്ന് ബന്ധനങ്ങൾ യേശുവേ. നീക്കണമേ. ആമേൻ. തിരുരക്തത്താൽ ആമേൻ. കഴുകണമേ. ചേർന്ന് ചേർന്ന് ബന്ധനങ്ങൾ നീക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. The mighty anointing, the mighty power ദൈവ മക്കളിലേക്ക് സംഭവിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, എന്റെ വീടിനെ തിരക്തത്താൽ കഴുകുന്നു. എന്റെ കൃഷിയിടത്തെ തിരക്തത്താൽ കഴുകുന്നു. എന്റെ വീട്ടിലേക്കുള്ള വഴിയെ തിരക്തത്താൽ കഴുകുന്നു. എന്റെ വീട്ടിലെ ഓരോ മുറികളെയും തിരക്തത്താൽ കഴുകുന്നു. എന്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും തിരക്തത്താൽ കഴുകുന്നു. എന്റെ ബന്ധങ്ങളെ തിരക്തത്താൽ കഴുകുന്നു. ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിനെ തിരക്തത്താൽ കഴുകുന്നു. ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളെയും തിരക്തത്താൽ കഴുകുന്നു. യേശുവേ, എന്റെ ശരീരത്തെ തിരക്തത്താൽ കഴുകുന്നു. എന്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ തിരക്തത്താൽ കഴുകുന്നു. എന്റെ വാഹനത്തെ തിരക്തത്താൽ കഴുകുന്നു. ഞാൻ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളെയും തിരക്തത്താൽ കഴുകുന്നു. യേശുവെ, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവ്, ഓ ദൈവത്തിന്റെ ആത്മാവ്, ഇതെന്നിൽ സംഭവിക്കുന്നു. ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്ഭുതകരമായ കൃപയാണ് നിന്നിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ: ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. സാത്താൻ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. ഈശോയെ, നീ എന്നെ ആശീർവദിക്കുമ്പോൾ ഞാനിത് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഈ ആശീർവാദം ഏറ്റെടുക്കുന്നു. എൻ്റെ വീട്ടിൽ ഇത് സംഭവിക്കട്ടെ. ആഗ്രഹിച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധന, ആരാധന, രക്ഷകാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേ ആരാധന. പരിശുദ്ധ